ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു ലോങ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ കുറച്ച് ദിവസമായി ലോങ് വീഡിയോ ഒക്കെ ഇടുന്നത്. നമുക്കിനി പ്രോപ്പറായിട്ട് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ലോങ് വീഡിയോ ഇടണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഓരോ കാര്യങ്ങൾ നടക്കുക അല്ലേ. അപ്പൊ നമ്മൾ വിചാരിക്കുന്നിടത്ത് ഒരു കാര്യവും നടക്കൂല, വിചാരിക്കാത്ത കുറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും. അത് ജീവിതമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടോ. ഞാൻ ഈ ഫിലോസഫി പറയാനൊന്നല്ല കേട്ടോ വീഡിയോ തുടങ്ങിയത്. പക്ഷെ ഞാൻ ഇങ്ങനെ ഇപ്പോഴായി പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്ക് കുറച്ചും കൂടെ വയസ്സ് കൂടുമ്പോഴാണ് നമുക്ക് ജീവിതത്തോട് കുറച്ചും കൂടി കൊതി തോന്നാം. നമുക്ക് കുറച്ച് മെച്യൂരിറ്റി തോന്നും, ജീവിതം കുറച്ചും കൂടി ആസ്വദിക്കാൻ തോന്നും, അങ്ങനെ തോന്നാം കേട്ടോ. എനിക്കിപ്പോൾ അങ്ങനെയാണ് കേട്ടോ. പണ്ടത്തേനേലും എനിക്ക് ജീവിക്കാനായിട്ട് ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാട് കാര്യങ്ങൾ ആസ്വദിക്കാനായിട്ട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ഫുള്ളായിട്ട് കാണണം, സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. അങ്ങനെ എന്ത് ചെയ്തു, ഇത് ഏകദേശം ഒരു 2 മണിയല്ലല്ലോ, 1:30 ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അപ്പോഴത്തെയാണ് രാവിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് ഒരുപാട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ട് കുറച്ചു നേരം വിശ്രമിച്ചിട്ടൊക്കെ ഞാൻ ദേ പെരടിച്ചൊന്ന് തുടക്കാണ് കേട്ടോ. നമ്മൾ എല്ലാ ദിവസമൊന്നും പെര തുടക്കാറില്ല, എന്നാൽ 2 ദിവസം കൂടുമ്പോൾ പെര തുടക്കാറുണ്ട് കേട്ടോ. പെര തുടക്കുന്നത് മെയിൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുമ്പി മോള് തറയിൽ കിടന്ന് നല്ലോണം കളിക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നരാടെങ്കിലും പെര തുടച്ചില്ലെങ്കിൽ ഇതല്ലേ. അപ്പം അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പെര തുടക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ തുമ്പിമോളൊക്കെ ഉണ്ടാവണതിന് മുന്നേ തന്നെ 2-3 ദിവസം കൂടുമ്പോഴേ തുടക്കാറുള്ളൂ. ചിലവരെല്ലാ ദിവസവും തുടക്കണവരുണ്ടാകും, ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ കേട്ടോ. പക്ഷെ ഇപ്പം അടിക്കടി തുടക്കുന്നുണ്ട്. നമ്മൾക്ക് കുഞ്ഞിപ്പിള്ളേരാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ വരുമല്ലോ. അങ്ങനെ ദേ പെരയൊക്കെ ഒന്ന് അടിച്ച് തുടക്കാണ്. അപ്പോൾ സോഫയൊക്കെ ഒന്ന് എടുത്ത് തുടക്കാമെന്ന് വിചാരിച്ചു. സോഫയൊക്കെ എല്ലാ ദിവസവും എടുത്തൊന്നും തുടക്കാറില്ല. അങ്ങനെ ഇന്നൊന്ന് സോഫയൊക്കെ തുടക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ചോറായിട്ടുണ്ട്. ഏകദേശം ഞാൻ വീട്ടിലുള്ള ദിവസമൊക്കെ ഈ ഒരു സമയത്തൊക്കെയാണ് ചോറ് വെക്കുക. കാരണം രാവിലത്തേക്ക് തലേ ദിവസത്തെ ചോറുണ്ടാകും. അപ്പം അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു കേടും സംഭവിക്കില്ല കേട്ടോ. നമ്മുടെ ഒരു കേടും സംഭവിക്കാറില്ല. അത് നല്ലോണം ഒന്ന് തിളപ്പിച്ച് നല്ലോണം വാർത്ത് വെച്ചാൽ തന്നെ, ഞാൻ സൂചിച്ചായിട്ടും കടയിൽ കൊണ്ടുപോകാറുള്ളതല്ലേ, ഒരു കേടും സംഭവിക്കാറില്ല കേട്ടോ. അങ്ങനെ എന്ത് ചെയ്തു, നമ്മൾ ചോറൊക്കെ ഊറ്റി വെക്കുകയാണ്. ഇതാണ് കേട്ടോ എൻ്റെ ഊറ്റപ്പാത്രം. എൻ്റെ എല്ലാ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും, ഞാൻ സ്ഥിരം ഈ വക സംഭവങ്ങളിലൊക്കെയാണ് ചോറൊക്കെ എടുത്തു വെക്കുന്നത്. അപ്പം അതേ തുമ്പിമോള അതിൻ്റെ ഇടയ്ക്ക് ഉറങ്ങാണ്. സുക്കുറുണ്ട് കേട്ടോ എൻ്റെ കൂടെ. സുക്കുറു നേഴ്സറി പോവാത്ത അന്ന് എൻ്റെ കൂടെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് അമ്മേ അമ്മേ അമ്മേന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇപ്പോഴായപ്പോൾ ഞാൻ ഫോൺ കൊടുക്കാറില്ല കേട്ടോ. സഹി കെടുമ്പോഴാണ് ഞാൻ ഫോൺ കൊടുക്കാറുള്ളത്, എന്തെങ്കിലും ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാൻ ഇന്ന് ഫോണേ കൊടുത്തിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ പുറകേന്ന് ഇങ്ങനെ മാറില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു അങ്ങനെ മാറണ്ട, ഇങ്ങനെ നിൽക്കട്ടെ, അപ്പോൾ ഫോൺ അധികം കാണൂലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, സുക്കുറിനോട് റിമോട്ട് എടുത്തിട്ട് ചാനലൊക്കെ ഒന്ന് മാറ്റി പഠിക്കാനായിട്ട് പറയാൻ കേട്ടോ. അപ്പം അവൻ തന്നെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ തന്നെ ചാനലൊക്കെ മാറ്റി കണ്ടോളുമല്ലോ. അങ്ങനെ എന്ത് ചെയ്തു, റിമോട്ടൊക്കെ കൊടുത്ത് വിട്ടു. അപ്പം അതേപോലെക്കും നമ്മുടെ ചോറൊക്കെ ഏകദേശം ഊറ്റിക്കഴിയാറായിട്ടുണ്ട്. അങ്ങനെ രാവിലത്തെ ചപ്പാത്തിയും പരിപ്പ് കറി ഉണ്ടായിരുന്നു. ചപ്പാത്തി കഴിക്കുമ്പോൾ നമ്മുടെ വയറ് ഭയങ്കരമായിട്ട് ഫില്ലാവും. ഗോതമ്പ് പൊടിയുടെ പുട്ടായാലും ചപ്പാത്തി ആയാലും ഭയങ്കരമായിട്ട് എന്താവും, വയറ് ഫില്ലാവും. പിന്നെ കുറേ നേരത്തേക്ക് നമുക്ക് വിശക്കൂല. നിങ്ങൾക്ക് അങ്ങനെ അനുഭവപ്പെടാറുണ്ടോ? എനിക്ക് അങ്ങനെ അനുഭവപ്പെടാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോന്നൊക്കെ ഇങ്ങനെ ചെയ്തു വരാണേ. അങ്ങനെ പിള്ളേർക്ക് ഞാൻ ചോറിൽ ചെറുപയറും പയറും പരിപ്പും കൂടി വേവിച്ചിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. സുക്കുറിന് അത് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് നെയ്യും ഒക്കെ ഇട്ടിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അതാവുമ്പോൾ എല്ലാ സംഭവങ്ങളും ഉള്ളിലോട്ട് കയറിക്കോളുമല്ലോ. അല്ലാണ്ട് എൻ്റെ പുത്രന് നമ്മൾ വേറെ എന്തുണ്ടാക്കി കൊടുത്താലും ഇഷ്ടാവില്ല. അവന് ഇഷ്ടമുള്ളത് മാത്രം അവൻ തിന്നുള്ളൂ. നമ്മളെങ്ങനെ തലകുത്തി മറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ തോറ്റു പിൻവാങ്ങിയതാണ്. അങ്ങനെ കുറേ നേരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചോറ് തിന്നാനായിട്ട് പെരയൊക്കെ തുടച്ചപ്പോഴേക്കും കുറച്ച് ടയേർഡായി. അപ്പോഴേക്കും എനിക്ക് നന്നായിട്ട് വിശന്നു കിട്ടും. അപ്പോൾ ദേ ഇന്നലെ സുധിച്ചേട്ടൻ വെളുത്തുള്ളി അച്ചാർ മേടിച്ചു വന്നിട്ടുണ്ടായിരുന്നു. എനിക്കിഷ്ടമല്ലാത്തൊരു സംഭവമുണ്ട് ഈ വെളുത്തുള്ളി അച്ചാർ. പക്ഷെ സുധിച്ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് വെളുത്തുള്ളി അച്ചാർ. അതുകൊണ്ട് തന്നെ വീട്ടിലെപ്പോഴും വെളുത്തുള്ളി അച്ചാർ ഉണ്ടാവുള്ളൂ. പിന്നെ അച്ചാർ എന്തെങ്കിലും കൂട്ടണ്ടല്ലേ എന്ന് വിചാരിച്ച് കൂട്ടുന്നതാണ് കേട്ടോ. വെളുത്തുള്ളി നമ്മൾ അധികം കഴിക്കാൻ പാടില്ല എന്നും പറയാറുണ്ട്. അങ്ങനെ എന്ത് ചെയ്തു, തലേ ദിവസത്തെ ചാളക്കറി ഉണ്ടായിരുന്നു, പിന്നെ രാവിലത്തെ പരിപ്പ് കറി ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടി ഒരു പിടി പിടിച്ചു കൂട്ടാം. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പരിപ്പ് കറി മീൻ കറിയും കൂടെ കൂട്ടാൻ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു എന്നറിയും. നല്ല ചോറിത്തിരി വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉറക്കാനായിട്ട് കിടത്തിയ ആൾക്കാരാണ് കേട്ടോ. തുമ്പി ഓൾറെഡി ഉറങ്ങിയതാണ്, അതുകൊണ്ട് തന്നെ തുമ്പിനെ ഉറക്കാൻ പറ്റില്ല. തുമ്പിക്ക് ഇനി ഭക്ഷണം കൊടുക്കണം. സുക്രൂനെ ഉറക്കാനായിട്ട് കിടത്തിയിട്ട് ഇപ്പം ഏകദേശം ഒരു 1.5 മണിക്കൂറായിട്ടുണ്ട്. ഒരു രക്ഷയില്ല. തുമ്പിക്ക് ഇപ്പോൾ വിശന്ന് പൊരിയാനുണ്ടാവും. അപ്പം ഞാൻ തുമ്പിക്ക് ഭക്ഷണം കൊടുക്കാൻ പോവാണ് കേട്ടോ.
സുക്രൂനെ ഉറക്കി ഒരുപക്ഷെ ഞാൻ ഉറങ്ങിപ്പോവും. ഞാൻ ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കില്ല, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ ഉറങ്ങിയാൽ ശരിയാവില്ല. അപ്പം നമുക്ക് തുമ്പിക്ക് ഭക്ഷണം കൊടുക്കാം. കമോൺ തുമ്പി, ഭക്ഷണം കഴിക്കണ്ടേ തുമ്പി. തുമ്പിയുടെ ഇന്നത്തെ കോസ്റ്റ്യൂം കണ്ട നിങ്ങൾ? എല്ലാം ചേട്ടൻ്റെ കേട്ടോ, ചേട്ടൻ്റെ ഡ്രസ്സാണ് ഇത് മൊത്തം. തുമ്പിക്ക് അങ്ങനെ വീട്ടിലിടാൻ അങ്ങനെ ഡ്രസ്സുകളൊന്നും ഞാൻ മേടിക്കാറില്ല. സുക്രൂൻ്റെ ഒരുപാട് ഡ്രസ്സുകളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അതൊക്കെയാണ് ഇടിക്കുന്നത്. വെറുതെ അത് മേടിച്ച് വെറുതെ കുറേ കാശുകളുണ്ടല്ലോ. നല്ലതുകൾ ഞാനിപ്പോൾ അധികം മേടിക്കാറില്ല, കാരണം തുമ്പി വലുതായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ വലുതാവുമ്പോൾ നല്ല അടിപൊളി ഡ്രസ്സ് വാങ്ങിക്കണമെങ്കിൽ ഇപ്പോൾ ഡ്രസ്സ് വാങ്ങിക്കാൻ പാടില്ല അല്ലേ തുമ്പി? അങ്ങനെയൊന്നുമില്ല കേട്ടോ. എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വരികയാണെങ്കിൽ തലേ ദിവസം തന്നെ മേടിക്കും. എന്തേ 320 വെക്കണം. 320 കൊച്ചു ടി വി 320 വെക്കാൻ അറിയോ? പോയി വെച്ചോ. ഉറങ്ങാനായിട്ട് കിടത്തിയിട്ടേ ഒരു രക്ഷയില്ല. അപ്പോൾ അതേ തുമ്പിക്ക് ഞാൻ നേരത്തെ സുക്രൂന് കൊടുത്ത കഞ്ഞിയുണ്ട്, അപ്പം അത് കൊടുക്കാം. ഓക്കെ, ടാറ്റ പറ, ടാറ്റ. അങ്ങനെ ദേ തുമ്പിക്കും സുക്രൂന് കൊടുത്തിട്ടുള്ള അതേ കഞ്ഞി തന്നെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പകുതി. അപ്പം അത് ദേ തുമ്പിക്ക് കൊടുക്കുകയാണ് കേട്ടോ. തുമ്പിക്ക് ഇത്തിരി അത് കഴിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നേ. സുക്രു നല്ലോണം കഴിച്ചു. നേരെ തിരിച്ചാണ് എപ്പോഴും സംഭവിക്കാറ്. തുമ്പി എല്ലാം കഴിക്കും, സുക്രുവാണ് കഴിക്കാത്തത്. ഇതെന്താണെന്നറിയില്ല, ഉറക്കത്തിൽ നിന്ന് എണീറ്റതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. അങ്ങനെ ഒരു കണക്കിന് കുറേ നേരം ഇരുന്നിട്ടാണ് കേട്ടോ തുമ്പിനൊന്ന് കഴിപ്പിച്ചത്. കുറേയൊക്കെ തുപ്പുമ്പോൾ നമുക്ക് ദേഷ്യം വരും. എന്നാലും നമ്മൾ എന്ത് ചെയ്തു, കുറേ നേരം ഇരുത്തി ഞാൻ കഴിച്ചേ. അങ്ങനെ നമ്മൾ അന്നത്തെ ഒരു ബീഫ് കറി വെച്ചതിൽ ഉപ്പും മഞ്ഞളൊക്കെ പരട്ടിയിട്ടുള്ള ബീഫ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പൊ ഉപ്പും മഞ്ഞളും പരട്ടിയിട്ടുള്ള കാര്യം ഞാൻ മറന്നുപോയി. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചത്. നല്ല സാരില്ല. അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അവിടെ ഇട്ടു. അങ്ങനെ എന്ത് ചെയ്തു, നമ്മൾ ചെറുള്ളി ഇട്ടിട്ട് ബീഫ് വെക്കാന്ന് വിചാരിച്ചു. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ സവാളക്ക് പകരം ചെറുള്ളി ഇടുവാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ അത് നന്നാക്കണതിൻ്റെ ഇടയിൽ തുമ്പിയൊക്കെ വന്നിരിപ്പണ്ടേ. അവരെയൊക്കെ ഒരിടത്ത് ഇരുത്തി നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ നടക്കൂല. അവർ നമ്മുടെ കൂടെ ഉണ്ടാവും. പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാ സാധനങ്ങൾ അരിഞ്ഞു വെച്ചിട്ട് ഞാൻ ബീഫ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാണ് കേട്ടോ. നമ്മുടെ അവിടെ അടപ്പും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും കുക്കറിലും ഗ്യാസിലൊക്കെയാണ് ചെയ്യുന്നത്. കുക്കറിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഞാനിതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ ഷോർട്സ് ആക്കി ഇട്ടിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കട്ടോ. അപ്പോഴും നമ്മുടെ താരം ഉറങ്ങിപ്പോയി. അങ്ങനെ ഞാൻ കപ്പ പുഴുങ്ങിയത് ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി ബീഫ് വരട്ടിയത് തന്നെ ഉണ്ടാക്കി. എന്തൊരു ടേസ്റ്റ് ആയിരുന്നു എന്നറിയോ, ഉള്ളിലേക്ക് ഇട്ടിട്ട്. അങ്ങനെ എന്ത് ചെയ്തു, നമ്മൾ ചായ കുടിച്ചു കേട്ടോ. കിഴങ്ങും ആ ഉള്ളിച്ചമ്മന്തിയും. ഞങ്ങളുടെ പുറത്ത് നല്ല രസമാണ്, ഒരു പാടവും അങ്ങനെയൊക്കെ. അങ്ങനെ നമ്മുടെ തുണികൾ കുറേ മടക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ മടക്കി വെച്ചു. വിളക്ക് വെച്ചു കേട്ടോ. ഒരു 6:30-7 മണിയൊക്കെ ആയിട്ടുണ്ട്, 6:45 ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ വിളക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ സുധിച്ചേട്ടൻ വരാറായിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും വിളക്കൊക്കെ വെച്ച് ഒരുമാതിരി പണികളൊക്കെ തീർത്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ സുധിച്ചേട്ടൻ വന്നു കഴിഞ്ഞാൽ വലിയ പണികളൊന്നും ചെയ്യണ്ടല്ലോ. അങ്ങനെ നമ്മുടെ ചോറും കറിയൊക്കെ ആയിട്ടുണ്ട്. സുക്രു ഇപ്പോഴാണ് കേട്ടോ എണീറ്റത്. അങ്ങനെ സുക്രു എണീറ്റു. അപ്പോൾ അതേ സുധിച്ചേട്ടൻ വന്നപ്പോൾ ഞാൻ ചായ തിളപ്പിച്ചു കേട്ടോ സുധിച്ചേട്ടന്. സുധിച്ചേട്ടൻ വന്നപ്പോൾ സവാള വടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കിഴങ്ങ് പുഴുങ്ങിയതും കൊടുത്തു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ ചായയും കിഴങ്ങ് പുഴുങ്ങിയതും കൂടെ ഞാനൊന്നും കൂടെ തിന്നു കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സീ യു.